ഞാനിപ്പോൾ UAE-ലാട്ടുള്ളത്, ദുബായിലാണ്. അപ്പോൾ ഇവിടെ അൽറിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഫിലിപ്പൈനി മാർക്കറ്റ് ഞാൻ കാണുന്നത്. ഫിലിപ്പൈനി മാർക്കറ്റ് ഭയങ്കര രസമായിട്ട് കാണാൻ. കാരണം അവരുടെ ഫുഡുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളായിരിക്കും. പിന്നെ അവരുടെ വസ്ത്രങ്ങളും പിന്നെ ഓർണമെൻറ്റ്സ് അവർ ഉപയോഗിക്കുന്ന മറ്റ് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു മാർക്കറ്റാണിത്. അപ്പോൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാൻ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫിലിപ്പൈനി മാർക്കറ്റ്. 2 മാർക്കറ്റ് ഉണ്ട് കേട്ടോ. കുറച്ചൊരു 100 മീറ്റർ അപ്പുറം കഴിഞ്ഞാൽ ഒരു വേറെ മാർക്കറ്റ് ഉണ്ട്. അത് കുറച്ചും കൂടി വലുതാണ്. ഇതാണ് ഞാൻ ആദ്യം കണ്ടത്. ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ ഇവർ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഈ ചിക്കൻ്റെ വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇത് മഷ്റൂം ആട്ടോ. ഞാനെന്തോ മീറ്റ്സ് അങ്ങനെ എന്തോ വിചാരിച്ചത്, പക്ഷേ ഇത് മഷ്റൂമാണ്. അത് ചിക്കൻ വിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തോ അരി കൊണ്ടുണ്ട് എന്തോ സംഭവം കേട്ടോ. നമ്മൾ പണ്ട് ആ കുഞ്ഞിപ്പത്തിരി കണ്ടാവില്ല, അതുപോലത്തെ സംഭവമാണ്. അതുപോലെ മുട്ട ബജി അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ ടിന്നിൽ അടിച്ച ചക്കയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വേറെ വെച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഒരു വേറെ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ ഗെയിംസിനായിട്ടൊരു സ്ഥലം, പിന്നെ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനായിട്ട് വേറെ സ്ഥലം, പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഒരു വേറെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു കണ്ടത് മീൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഒരു 10-20 ദിർഹംസ്, ചെറിയ റേറ്റൊക്കെ ഉള്ളൂ, അധികം ഓവർ റേറ്റ് ഒന്നുമില്ല. ദുബായത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ കുറവാണ്. അപ്പോൾ റേറ്റും കുറവാണ്. അതുപോലെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ, പിന്നെ ഇതൊക്കെ കൂണാട്ടോ ഈ വൈറ്റ്. ഞാൻ ഇതെന്തോ മീറ്റ്സ് ആണെന്ന് വിചാരിച്ച്, മീറ്റ്സ് കപ്പ എന്തൊക്കെയെന്ന് വിചാരിച്ച്, പക്ഷേ ഇതൊക്കെ മഷ്റൂം കാര്യങ്ങളാണ്. പിന്നെ അവിടുത്തെ പാട്ട് കാര്യങ്ങളൊക്കെ, നൈറ്റ് മാർക്കറ്റ് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ ഇത് ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ചിക്കൻ്റെ കുടൽമാരുണ്ടല്ലോ, അതൊന്നും നമ്മൾ കഴിക്കാത്ത സാധനമാണ്. അതൊക്കെ ഇവർ കഴിക്കും. അതുപോലെ ചിക്കൻ്റെ കാലുണ്ടല്ലോ, അത് നമ്മൾ അധികം കഴിക്കാറില്ലല്ലോ. മറ്റേ അതിൻ്റെ വിരലുണ്ടല്ലോ, അതൊന്നും നമ്മൾ കഴിക്കില്ല, പക്ഷേ ഇവരതൊക്കെ കഴിക്കും. പിന്നെ അതുപോലെ ഇത് ചിക്കൻ്റെ കുടൽമാലയാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് അത് മസാലയൊക്കെ തേച്ചാണ്ട് കമ്പിയെ കുത്തിയാണ്ട് ചുട്ട് നമുക്ക്. അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ മോഡലുണ്ട്. ജപ്പാനീസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഫിലിപ്പൈനിൽ അല്ലെങ്കിൽ ഒരു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കണ്ടുവരുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ കമ്പല്ല, അതൊക്കെ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പുഴുങ്ങിയെടുക്കുന്ന ഒരു സംഭവമാണത്. പിന്നെ പോപ്കോൺ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ എന്താ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമുണ്ട്. ചെറിയ നമ്മുടെ ഉണ്ണിയപ്പം പോലത്തെ എന്തോ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കണത്. ഈ മാർക്കറ്റ് പൊതുവെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അത്യാവശ്യം സാധനങ്ങൾ, ഗെയിംസ്, ഡ്രസ്സ്, ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് തിരക്ക് കുറവുള്ള മാർക്കറ്റായിരുന്നു അത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു മാർക്കറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സംഭവം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് കാർഡുകളൊക്കെ കാണുന്നുണ്ട്, മസാജ് കാർഡുകൾ. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നുകൊണ്ട് നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കബയാൻ മാർക്കറ്റ്, കബയാൻ നൈറ്റ് മാർക്കറ്റ്. കബയാൻ അറിയില്ല, എന്തായാലും അർത്ഥം എനിക്കറിയില്ല, പക്ഷെ അതൊരു ഫിലിപ്പീനി മാർക്കറ്റാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമായിട്ട് തന്നെ ഫുഡ്, ഡ്രസ്സ്, അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെ സംഭവങ്ങളാണ്. അതുപോലെ മൊബൈൽ, അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നല്ലൊരു ആക്റ്റീവായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ഓണായിട്ടുള്ള സ്ഥലം. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല ഫുഡും കാര്യങ്ങളുണ്ട്. മറ്റോടത്തൊക്കെ കളക്ഷൻ കുറവായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഗെയിംസിൻ്റെ സംഭവങ്ങളുണ്ട്. പിന്നെ ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. ബർഗർ അങ്ങനത്തെ വളരെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഈ ചിക്കൻ്റെയും അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. നമുക്ക് കുറേ പേരുകളൊക്കെ അവർ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ സാധനം ഒക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു. റൈസ്, സ്റ്റീക്ക് അങ്ങനത്തെ ഒക്കെ. പിന്നെ അതുപോലെ ചിക്കൻ്റെ അങ്ങനെ ഓരോ ഉണ്ടയൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ ഈ ചൈനീസ് ഫുഡിലൊക്കെ തന്നെ കാണലുണ്ട്. ഇങ്ങനെ അവരിങ്ങനെ കമ്പിയിൽ കുത്തി വെച്ചിട്ട് ഒരു വെള്ളത്തിലിട്ടാണ്ട് പുഴുങ്ങുന്ന സംഭവം. ഓരോ വെള്ളത്തിനും വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ട് നമുക്ക് ഒരു കപ്പിലാക്കിയിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് തരുന്നതാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ്, അതിനൊക്കെ ഇവിടെ നല്ല റഷ് ഉണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്താ സാധനം. ഇവിടെ വൃത്തിക്കൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഫിലിപ്പീൻസൊക്കെ നല്ല വൃത്തി, നമ്മളെ ഇന്ത്യക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസൊക്കെ നല്ല വൃത്തിയിലുണ്ടാക്കണ സംഭവങ്ങളാണ് ഇതൊക്കെ. അവർ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്ട്രീറ്റ് മാർക്കറ്റിലൊന്നും സ്ട്രീറ്റ് ഫുഡൊന്നും നമുക്കൊരു ഇതും ഉണ്ടായിരിക്കില്ല, അതായത് ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവർ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടാട്ടോ എല്ലാം ചെയ്യുന്നത്.
സംഭവം ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാട്ടോ ഇവർ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ. നല്ല കിട്ടിലും മണമാണ് ഇവിടെ, നമുക്ക് കൊതി തോന്നുന്നൊരു മണമാണ്. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരൻ്റെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, പുള്ളി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാണിക്കുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലായിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ തോന്നിയത്. കിടില രസമായിരുന്നു ഇവിടെ ഇങ്ങനെ നിന്നാണ്ട് ഈ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ. ഇത് സിഗരറ്റുകളൊക്കെ വെക്കുന്ന ഒരു ഐറ്റംസ് കേട്ടോ, മറ്റേ വൈപ്സ്, അതുപോലെ സിഗരറ്റ്, ഹുക്ക, അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ, ടൊബാക്കോ ഐറ്റംസ്, അതൊക്കെ വെക്കുന്ന ഒരു വേറൊരു ഷോപ്പാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങിയാണ്ട് ഇങ്ങനെ അൽറിക മാർക്കറ്റിലൂടെ നടക്കുകയാണ് ഇപ്പം. ഇപ്പോൾ ഇവിടെ ഒരു റീചാർജിൻ്റെ ഒരു സംഭവങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിങ്ങിനൊക്കെ വേറെ പേയ്മെൻറ്റ്, അതിൻ്റെ ബോക്സും കാര്യങ്ങളുണ്ട്. അതുപോലെ DSF ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ലക്കി ഡ്രോ കാർഡുകൾ വിൽക്കുന്നൊരു വേറെ കട ഉണ്ട്. അതുപോലെ ഇതൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ പെട്ടിയൊക്കെ. അങ്ങനെ ഒരുപാട് കിട്ടുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ മസാജ് കാർഡ് ഇവിടെ ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണാം. പക്ഷെ അതൊന്നും എടുത്ത് വിളിച്ചിട്ട് പോവാണ്ടിരിക്കാൻ നോക്കുക. പോയാൽ അടിച്ചു മാറ്റി പൈസയും അടിച്ചു മാറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.